Good morning to all. So we continue the chapter components of the computer system. In that section, we discuss different types of hardwares. What are the different types of hardwares? Processor, motherboard, ports and peripherals. In that section, we discuss different types of ports. Three of them we are discuss. Today we discuss another 5 types of ports. Okay. Next port is LAN port. Okay, LAN port എന്ന് വെച്ച് കഴിഞ്ഞാൽ LAN port is this port connection that allows a computer to connect to a network using wired connection. അതായത് നമുക്ക് ഇത് സി പി യുവിൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. നമുക്ക് വൈഫൈ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നെറ്റ് ഫെസിലിറ്റി ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഉപയോഗിക്കുന്ന പോർട്ടാണ് LAN പോർട്ട് എന്ന് പറയുന്നത്. അതൊരു വയേർഡ് കണക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ഈതർനെറ്റ് പോർട്ട് എന്നും പറയാം. ഓക്കെ, LAN port is a port connection that allows a computer to connect to a network using wired connection. കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വയേർഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് LAN port. It is also known as Ethernet port. അതിൻ്റെ പിക്ചറാണ് മിസ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി നെക്സ്റ്റ് പോർട്ടാണ് PS, ഈ സ്ലാഷിനെ വായിക്കുന്ന PS*2 പോർട്ട്. ഓക്കെ, PS*2 പോർട്ട് എന്ന് വെച്ചാൽ പേഴ്സണൽ സിസ്റ്റം ഇല്ലെങ്കിൽ /2 എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ പേഴ്സണൽ സിസ്റ്റം /2 ഇത് രണ്ടെണ്ണം എന്നുള്ളതാണ് മീനിങ് ചെയ്യണത്. ഇത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണത് കീബോർഡും മൗസ്, നമ്മുടെ സി പി യുവിൻ്റെ ബാക്കിൽ കീബോർഡും മൗസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PS*2 പോർട്ടുകൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ ഈ മിസ് ഇപ്പോൾ കാണിച്ചേക്കുന്ന പിക്ചർ ഈ വയലറ്റ് കളറും ഗ്രീൻ കളറും പണ്ട് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സുകളിലാണ് ഇതുള്ളത്. ഇന്നത്തെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം, പുതിയ കമ്പ്യൂട്ടേഴ്സിലെല്ലാം നമ്മൾ പെൻഡ്രൈവ് കുത്തുന്ന നോഡില്ലേ, അതുപോലത്തെ ഒരു ഇതാണ് കാണുന്നത്. പണ്ടത്തെ ഇതിലാണ് നമ്മൾ കീബോർഡിലും മൗസും കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വയലറ്റ് കളറും ഗ്രീൻ കളറും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, PS* പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർട്ടാണ് ഓഡിയോ പോർട്ട്സ് എന്ന് പറയുന്നത്. ഈ ഓഡിയോ പോർട്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് സ്പീക്കറൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സി പി യുവിൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ മിസ് പിക്ചർ കാണിച്ചിട്ടുണ്ട്, 3 നോഡുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻപുട്ടിന് വേണ്ടിയും ഔട്ട്പുട്ടിന് വേണ്ടി ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്. മൈക്രോഫോണായിട്ട് യൂസ് ചെയ്യാം, എക്സ്റ്റേണൽ സ്പീക്കർ, ലൈനിന് ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണ ഇതിനെയാണ് നമ്മൾ എന്താണ് ഓഡിയോ പോർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം LAN പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഓഡിയോ പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, സൗണ്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് ഓഡിയോ പോർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോർട്ടാണ് വീഡിയോ ഗ്രാഫിക് അറേ പോർട്ട് എന്ന് പറയുന്നത്. VGA പോർട്ട് എന്നാണ് ഇതിനെ പറയുന്നത്, വീഡിയോ ഗ്രാഫിക് അറേ പോർട്ട് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റർ ഇല്ലെങ്കിൽ പ്രൊജക്ടർ അത് CPU ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, VGA പോർട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, CPU ൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാം, ഇതിനൊരു 15 പിൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരെണ്ണം CPU യിലേക്കും കണക്ഷൻ കൊടുക്കും, ഒരെണ്ണം നമ്മൾ കമ്പ്യൂട്ടറിലേക്കും. ഇനി പ്രൊജക്ടറായിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ CPU യും പ്രൊജക്ടറും തമ്മിൽ കണക്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ് VGA പോർട്ട് എന്ന് പറയുന്നത്, വീഡിയോ ഗ്രാഫിക് അറേ പോർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് HDMI ആണ്. ഇന്നത്തെ കാലത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നത് HDMI ഇതാണ് യൂസ് ചെയ്യുന്നത്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നാണ് പറയുന്നത്. HDMIയുടെ എക്സ്പാൻഷൻ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എന്താണ് എക്സ്പാൻഷൻ? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നാണ് HDMIയുടെ എക്സ്പാൻഷൻ. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ കണക്ഷൻ കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഹൈ ഡെഫിനിഷൻ വീഡിയോ ആൻഡ് മൾട്ടി ചാനൽ ഓഡിയോ ഓവർ എ സിംഗിൾ കേബിൾ. ഒരു സിംഗിൾ കേബിളിലൂടെ നമുക്ക് ഡിജിറ്റൽ കണക്ഷനാണിത്. ഹൈ വോളിയം ഓഫ് ഡാറ്റാസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, വീഡിയോയും അതുപോലെ തന്നെ ഓഡിയോയും മൾട്ടി ചാനൽ ഓഡിയോയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എന്തെന്ന് പറയുന്നത് HDMI എന്ന് പറയുന്ന പോർട്ട്. അപ്പോൾ ടോട്ടൽ 8 പോർട്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, USB പോർട്ട്, ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LAN പോർട്ട്, അതുപോലെ തന്നെ PS*2 പോർട്ട്, HDMI പോർട്ട്, VGA പോർട്ട്, ദെൻ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ പോർട്ട്സും എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് മാത്രം പഠിച്ചു പോവുക. ഓക്കെ, LAN പോർട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ്? നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ് LAN പോർട്ട്. PS*2 പോർട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്തിരുന്നതായിരുന്നു?
അത് നമുക്ക് മൗസും കീബോർഡും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടായിരുന്നു PS-bar2 എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് VGA പോർട്ടാണ്. VGA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടറും CPU ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറും CPU തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. ദെൻ ഓഡിയോ പോർട്ട് ഉണ്ടായിരുന്നു. ഓഡിയോ പോർട്ടിൽ നമുക്ക് സ്പീക്കേഴ്സ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പോർട്ടാണ് ഓഡിയോ പോർട്ട് എന്ന് പറയുന്നത്. ദെൻ HDMI ഉണ്ട്. HDMI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ആണ്. അതിലൂടെ നമുക്ക് ഹൈ സ്പീഡിൽ വീഡിയോയും മൾട്ടിമീഡിയ ചാനൽസിലും ഉള്ള ഓഡിയോയും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ ഹാർഡ്വെയർ ഡിവൈസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? മദർ ബോർഡ് ഡിസ്കസ് ചെയ്തു, പ്രൊസസ്സർ ഡിസ്കസ് ചെയ്തു, പോർട്സ് ആൻഡ് പെരിഫറൽസ് ഡിസ്കസ് ചെയ്തു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണതാണ് മെമ്മറി. മെമ്മറിയാണ് അടുത്ത ഹാർഡ്വെയർ ഡിവൈസ് എന്ന് പറയുന്നത്. മെമ്മറി എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദി യൂസ് ഓഫ് മെമ്മറി? മെമ്മറി ഈസ് യൂസ് ഫോർ സ്റ്റോറിങ് കളക്ഷൻ ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറേജ് ലൊക്കേഷൻ ആണ്. ദ മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 2 types, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി we can store the data in temporary, but in the case of secondary memory we can store data as permanent. Okay, so memory, it is a collection of storage location. The memory can be classified into mainly 2 types, primary memory and secondary memory. In primary memory we can store the data in temporarily. Okay, but in the case of secondary memory we can store data permanently. Now we study what is primary memory, what is secondary memory, what are the different classifications of primary memory and secondary memory. Okay, so next we discuss primary memory. Primary memory means it is a semiconductor memory that is accessed directly by the CPU. CPU നെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിനെ പറയുന്ന പേരാണ് എന്തെന്നുള്ളത് പ്രൈമറി മെമ്മറി. സോ ഇറ്റ് ഈസ് എ സെമികണ്ടക്ടേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഫിസിക്സിൽ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ സെമികണ്ടക്ടർ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. ഈസ് എ സെമികണ്ടക്ടർ മെമ്മറി ആൻഡ് ദിസ് മെമ്മറി ക്യാൻ ബി ആക്സസ് ഡയറക്ട്ലി ബൈ ദ CPU. ഓക്കെ, ദിസ് മെമ്മറി ട്രാൻസ്ഫറിങ് ഓഫ് ഡാറ്റ ഈസ് വെരി ഹൈ സ്പീഡിൽ. Okay, sending and receiving data at very high speed. And primary memory can be classified into mainly 3 types, RAM, ROM and cache memory. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. Okay, primary memory can be classified into mainly 3 types. What are they? RAM, ROM and cache memory. Okay, now we study what is RAM, what is ROM, what is cache memory. Okay, so next discuss what is റാമിൻ്റെ എക്സ്പാൻഷൻ ആണ് റാൻഡം ആക്സസ് മെമ്മറി. സോ വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് റാം? റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഈസ് ദ മെയിൻ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് നോൺ ആസ് ദ മെയിൻ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതിനെയാണ്? റോമിനെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് this memory is used for reading and writing purpose. ഈ മെമ്മറി നമുക്ക് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യാനും അതിലുള്ള കണ്ടന്റുകൾ റീഡ് ചെയ്യാനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാനും ഈ മെമ്മറി കൂടെ നമുക്ക് പറ്റും. ഓക്കെ, ദ സ്പീഡ് ഓഫ് ദ റാം ഈസ് മെഷേർഡ് യൂസിങ് മെഗാ ഹെഡ്സ്. റാമിൻ്റെ സ്പീഡ് മെഷർ ചെയ്യണത് മെഗാ ഹെഡ്സ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് മെഷർ ചെയ്യണത്. ആൻഡ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റി ഓഫ് റാം ഉണ്ട്. 2GB 4GB റാം ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ മദർ ബോർഡിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യണത്. ആൻഡ് ദിസ് മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് എ വോളറ്റൈൽ മെമ്മറി. വൈ ഇറ്റ് ഈസ് കോൾഡ് എ വോളറ്റൈൽ മെമ്മറി? ബിക്കോസ് if the content are deleted when the power supply is off. പവർ സപ്ലൈ ഓഫ് ആകുമ്പോൾ കണ്ടന്റ് എല്ലാം നമ്മളിപ്പോൾ ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്താൽ വെക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഓഫ് അല്ലെങ്കിൽ പെട്ടെന്ന് പവർ കട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ വോളറ്റൈൽ മെമ്മറി. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റാം. Okay, what are the features of RAM? RAM is random access memory and it is known as the main memory of a computer. And it is a read or write memory, and the speed of the RAM is measured using megahertz, and it is known as a volatile memory because the content will be erased automatically when the power is turned off. And the capacity of RAM is we measure 2GB 4GB etc. ഇത് എടുത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ബിറ്റ്വീൻ റാം ആൻഡ് റോം ഒക്കെ നിങ്ങളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കണം. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക.
ഇനി നെക്സ്റ്റ് മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി റോം. സോ റോം എക്സ്പാൻഷൻ ഓഫ് റോം എന്താണ്? റീഡ് ഓൺലി മെമ്മറി. ദാറ്റ് മീൻസ് വി ക്യാൻ ഓൺലി റീഡിങ്, നോട്ട് റൈറ്റിംഗ്. അപ്പോൾ റോമിൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഓൺലി റീഡിങ് മാത്രമേ പോസിബിൾ ആവുള്ളൂ, റൈറ്റിംഗ് ഇതിനകത്ത് പറ്റില്ല. It is a non-volatile memory. So ROM is a non-volatile memory. That means the content cannot be deleted if the power supply is off. It is permanent data. Okay. So it is a non-volatile memory because the content will be stored for permanent use but read-only. Read-only മാത്രമായിരിക്കും നമുക്കതിനെ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡാറ്റാസ് എല്ലാം പെർമനൻ്റ് ആയിരിക്കും. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോംസ് അവൈലബിൾ ആണ്. PROM, EEPROM, EEPROM. PROM means programmable, just expansion നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രം മതി. PROM means programmable read-only memory. EEPROM means erasable programmable read-only memory. So the content can be deleted using UV light. Okay. In electrically erasable programmable read-only മെമ്മറിയിൽ കണ്ടന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്താൽ മാത്രമേ കണ്ടന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So these are the different types of ROM. So today's class we discuss another types of ports. Then we discuss memory. What is the use of memory? Memory is used for storing purpose. The memory can be classified into mainly two types. What are they? Primary memory and secondary memory. In primary memory we can store the data as temporary, and in the case of secondary memory we can store data in permanent. Then we discuss what are the different types of what is primary memory. What is primary memory? Primary memory is a semiconductor memory that can be accessed directly by the CPU, and the primary memory can be classified into mainly three types. What are they? RAM, ROM and cache memory. RAM means random access memory and ROM means read-only memory. In RAM, it is known as the main memory of the computer and it is a volatile memory. So why it is called a volatile memory? The content can be erased automatically when the power is turned off. And ROM is known as non-volatile memory because the content cannot be deleted if the power supply is off. So the data can be stored in permanent. In this memory data can be only reading. Then different types of ROMs. What are the different types of ROMs? Programmable read-only memory, erasable programmable read-only memory and electrically erasable programmable read-only memory. Okay. So that's all today's class. So നിങ്ങളപ്പോൾ ഈ വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ എഴുതിയ നോട്ട് തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ ഷോർട്ട് നോട്ടായിട്ട് എഴുതി പോകണം കേട്ടോ. എന്നിട്ട് ഈ സാറ്റർഡേ ഈവനിങ് 8 o'clock മുന്നേ ആയിട്ട് എല്ലാവരും ഇത്രയും ദിവസത്തെ നോട്ട്സ് മിസ്സിന് സെൻഡ് ചെയ്യണം. എൻ്റെ നമ്പർ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടല്ലോ, മിസ്സിന് ഇൻഡിവിജ്വലായിട്ട് സെൻഡ് ചെയ്ത് തന്നെ. 2 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് 3 days ക്ലാസ് ആയില്ലേ, ആ 3 daysലെ നോട്ട്സുകൾ മിസ്സിന് ഇൻഡിവിജ്വലായിട്ട് സെൻഡ് ചെയ്ത് തന്നെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.